അത് KHRA സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ചടങ്ങാണ് ഇന്ന് വടകരയിൽ, കോഴിക്കോട് ജില്ലയുടെ ഒരു പരിപാടി വടകരയിൽ വെച്ച് നടക്കുന്നത്. കഴിഞ്ഞ 2 എക്സിക്യൂട്ടീവ് യോഗത്തിന് മുമ്പ് വടകരയിൽ വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ പദ്ധതി ഫണ്ട് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ വെച്ച് ചടങ്ങ് നടത്തണമെന്ന് ആലോചിക്കുന്ന സമയത്ത് വടകരയിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് കുഞ്ഞിക്കണ്ടി, അതുപോലെ തന്നെ ശ്രീലേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് അത് വടകരയിൽ വെച്ചായിരിക്കണം. വടകരക്കാർ അതിന് ഏറ്റവും, കാരണം വടകരയിലെ ബാലേട്ടന് വടകരയിൽ നിന്നുള്ള സുരക്ഷാ പദ്ധതിയിൽ ചേർന്നുള്ള വിശ്വേട്ടൻ ഉൾപ്പെടെയുള്ള അതിന് തൊട്ടടുത്തുള്ള വർക്കാട്ടേരി യൂണിറ്റിൻ്റെ ബാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭാഗത്താണ്. അപ്പം ഏറ്റവും മികച്ച രീതിയിൽ ഞങ്ങൾ ഈ വടകരയിൽ വെച്ച് ഈ പരിപാടി ഒരുക്കും എന്നുള്ളത് കൊണ്ടാണ് കോഴിക്കോട് ജില്ലയുടെ സുരക്ഷാ പദ്ധതി ഫണ്ട് വിതരണവും, അതുപോലെ തന്നെ വടകര യൂണിറ്റിൻ്റെ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരണം, അതുപോലെ വനിതാ വിംഗ് രൂപീകരണം, കുടുംബ സംഗമം ഉൾപ്പെടെയുള്ള ചടങ്ങ് ഇവിടത്തേക്ക് വെച്ചത്. കഴിഞ്ഞ 61 വർഷമായിട്ട് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ബേക്കറി, കൂൾ ബാർ, അതുപോലെ തന്നെ ലോഡ്ജ്, ഇതര മേഖലയിലുള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിലുള്ള ഏറ്റവും വലിയ സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. ഏതാണ്ട് 1.5 ലക്ഷത്തോളം അംഗങ്ങളുള്ള, അല്ലെങ്കിൽ 1.5 ലക്ഷത്തോളം ഹോട്ടൽ മേഖലയുള്ളവർ പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു കൂട്ടായ്മയാണ് KHRA. കഴിഞ്ഞ, നമുക്കറിയാം, ഒരുപാട് കാലം നമ്മൾ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ അതാത് സമയത്തുണ്ടാകുന്ന ഓരോ വിഷയങ്ങളിലും നമ്മളൊക്കെ സുരക്ഷിതരായിട്ട് നമ്മൾ കച്ചവടം ചെയ്തു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പലർക്കും അറിയില്ല നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഓരോ സമയത്ത് ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയത്ത് മന്ത്രിമാരുൾപ്പെടെ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്യോഗ തലത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും കാണുകയും അതുമായിട്ട് ഇടപെട്ട് ഓരോ സമയത്തും പരിഹരിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ സ്വസ്ഥമായിട്ട്, അല്ലെങ്കിൽ ഈ ഭംഗിയായിട്ട് കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പലരും പറയും സംഘടന എന്താണ്, സംഘടന ഞങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ആ പറയുന്ന ആള് ആ ഒരു കുപ്പിയിൽ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ്, അയാളുടെ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാത്തത് കൊണ്ടാണ്. സാധാരണ നമുക്കറിയാം ഗ്യാസിൻ്റെ വിഷയം, കഴിഞ്ഞ വന്ന ഗ്യാസിൻ്റെ വിഷയത്തിൽ നമുക്ക് ഗ്യാസ് കിട്ടാതിരുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടെന്നല്ല, അത് അതാത് സമയത്ത് സമരവും പ്രശ്നങ്ങളും പ്രയാസങ്ങളായിട്ട് ഇവരെ നിരന്തരം ഫൈറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഗ്യാസ് കിട്ടുന്ന രീതിയിലേക്ക് ആ സമയത്ത് മാറ്റാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ ഈ ഓരോ ഘട്ടങ്ങളിലും നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ നിപ്പയും അതുപോലെ തന്നെ ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ അനുഭവിച്ചത്. അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഓരോ സാധനങ്ങൾക്ക്, അവശ്യ സാധനങ്ങൾക്ക് വില കയറുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതാത് സമയത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരൊക്കെ തന്നെ. അപ്പം അത്തരം നേതാക്കന്മാരുടെ നിരന്തരമായ പ്രയത്നവും കഠിന ശ്രമം കൊണ്ടാണ് നമ്മളൊക്കെ വളരെ ഭംഗിയായിട്ട് കച്ചവടം ചെയ്തു പോകുന്നത്. അത് പലപ്പോഴും നമ്മളൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കച്ചവട സ്ഥാപനങ്ങൾ വന്നിട്ട് KHRA എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നേരം ഞങ്ങൾ പിന്നെ അങ്ങനെ KHRA ഇല്ല എന്ന് പറയുന്ന ആൾക്കാരും, അല്ലെങ്കിൽ അതിൽ എന്താണ് ചെയ്യുന്നതെന്നും ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അത്തരം ആളുകളോട് പറയാനുള്ളത്, KHRA എന്ന് പറയുന്നത് സംസ്ഥാനത്ത്, ഞാനൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നമ്മളൊക്കെ മനസ്സുകൊണ്ട് ആസ്വദിക്കുന്ന ഒരു സാധനം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ വേദിയിലിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ അങ്ങതലം മുതൽ ഈ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയാണ്. നമ്മൾ ഇവിടുന്ന് വടകരയിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് പുറപ്പെടുമ്പം, സാറേ ഞാനങ്ങനെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണെന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പം നമ്മളെ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ സ്വീകരിക്കാനോ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാനുള്ള വലിയൊരു കൂട്ടായ്മ കൂടിയാണ് KHRA എന്ന് പറയുന്നത്. നമ്മുടെ കഴിഞ്ഞ വയനാട് ദുരന്തത്തിലും പ്രളയത്തിലുമൊക്കെ KHRAയുടെ പങ്ക് അല്ലേ, അന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരൊക്കെ നമ്മളോട് നേരിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്, ചേർത്ത് പിടിച്ചിട്ടുണ്ട് KHRA. അതുപോലെ തന്നെ ഇത്തരം പ്രയാസങ്ങളുടെ കോടിക്കണക്കിന് ഉറുപ്പിക നമ്മൾ സ്വരൂപിച്ച് നൽകിയിട്ടുണ്ട്, ചാരിറ്റി ആയിട്ടും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന സമയത്തൊക്കെ ഗവൺമെന്റിലേക്കും അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്കും നേരിട്ട് നമ്മൾ സഹായം എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വലിയൊരു കൂട്ടായ്മ അല്ലേ, അത്തരത്തിലുള്ള വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മളൊക്കെ.
അത് ശരിക്കും നമ്മൾ മനസ്സുകൊണ്ട് ആസ്വദിക്കുന്ന. ഇപ്പം നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു പാലിയേറ്റീവിൻ്റെ പരിപാടി അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആ കൂട്ടായ്മ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാർ ആദ്യം വിളിക്കാനാണ് ഹോട്ടലുകാരെ വിളിക്കുക, അല്ലേ? നമ്മളോട് പറയും ഇങ്ങനെ ഒരു 100 ആൾക്ക് ഭക്ഷണം വേണം അല്ലെങ്കിൽ ഇന്ന പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിനൊക്കെ നേതൃത്വ നിരയിൽ ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ KHRAയുടെ ആളുകളാണ് ഉണ്ടാവാറ്. അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് KHRA. ഞാനൊരു 40 വർഷത്തിന് മുകളിലായിട്ട് ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെ വ്യാപാരം നടത്തുന്ന ഒരാളാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വ്യാപാരത്തെ നമ്മളെന്താണ് ചെയ്യുന്നത്, ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ അല്ലെങ്കിൽ 24 മണിക്കൂറും അലർട്ടായിട്ട് നിൽക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പരസ്പരം പറയുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് നമ്മൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ശരിക്കും 100% സന്തോഷിച്ച് തന്നെ ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരു പുണ്യപ്രവൃത്തിയാണ്. ഈ 24 മണിക്കൂറും പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് നാടിനെയും നാട്ടുകാരെയും നമ്മുടെ കുടുംബത്തെയും തൊഴിലാളികളെയും അവരെ കുടുംബത്തെയും നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വ്യാപാരം നടത്താൻ ഇന്ന് ഹോട്ടൽ വ്യാപാരികൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ സംഘടന KHRA എന്നൊരു സംഘടന. നമുക്കറിയാം, ഇപ്പോ ഈ അടുത്ത സമയത്ത് ഗ്യാസിന് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, ഗ്യാസ് ലഭ്യത കുറഞ്ഞു, ഗ്യാസിന്റെ വില വർധനവ് വന്നു. നമ്മുടെ സംസ്ഥാന നേതാക്കളോ ജില്ലാ നേതാക്കളോ നമ്മളെ ഭാരവാഹികളോ ഒന്നും തന്നെ കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് സംസ്ഥാന നേതാക്കൾ എത്രത്തോളം പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം ഞങ്ങൾ ജില്ലയിൽ നിന്ന് നമുക്ക് എത്രയോ കോളുകൾ വരുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്, പ്രയാസങ്ങൾ വരുന്നുണ്ട്. ഭക്ഷണം കിട്ടാനില്ല, ഉണ്ടാക്കാനില്ല, തൊഴിലാളികൾ പോയി, കടകൾ അടച്ചുപോയി, കടകൾ തുറക്കാൻ കഴിയുന്നില്ല. ഈ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇങ്ങനെ ജില്ലയിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാന നേതാക്കളെ സംബന്ധിച്ച് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 12 മണിക്കോ 4 മണിക്കോ 5 മണിക്കോ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന നേതാക്കൾ ഒരു ചിരിച്ച മുഖത്തോടു കൂടിയാണ്. ഇനി ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ തിരിച്ചു വിളിക്കുന്നുണ്ട്. കാരണം നമ്മളെ സംസ്ഥാന പ്രസിഡന്റൊക്കെ തിരക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം വലിയൊരു വ്യവസായ പ്രമുഖനായ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ വ്യാപാരത്തിന്റെ തിരക്കും, നമ്മളൊരു സെലിബ്രിറ്റി കൂടിയാണ് NMR സാർ, അല്ലേ? അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാവുന്ന തിരക്കുകൾ, ഈ തിരക്കിനിടയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ 100,000 ഫോണുകൾ അവർക്ക് വന്നു കഴിഞ്ഞാലും നമ്മളെ ഒന്നും തിരിച്ചു വിളിക്കാൻ ഒരിക്കലും വിട്ടുപോകുന്നില്ല. എന്താണ് അപ്പൊ നമ്മൾക്ക് ഈ സംഘടന KHRA എന്ന സംഘടന എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഗ്യാസിന് നമുക്ക് ന്യായമായ 2163, 2600, 3193 ഒക്കെ ആയി, അല്ലെ? ഈ സമയത്തൊക്കെ നമുക്ക് 2000-ന് ഇവിടെ ഗ്യാസ് പ്രതിസന്ധി ഉള്ള സമയത്ത് അയൽ സംസ്ഥാനങ്ങളിലൊക്കെ 6000 രൂപയ്ക്കാണ് സർക്കാർ സിലിണ്ടർ വരെ നൽകിയിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് സർക്കാർ നിശ്ചയിച്ച വിലയേക്കാൾ 1 രൂപ പോലും നമ്മൾ ഒരു വ്യാപാരിയും ഇവിടുന്ന് കൊടുക്കേണ്ടി വന്നിട്ടില്ല നമ്മളെ കേരളത്തിൽ. എന്താണ് ഇതിന് കാരണം? കാരണം സംഘടനയുടെ ശക്തമായ ഇടപെടലുകൾ തന്നെയാണ് ഇതിലൊക്കെ ഉണ്ടായിരുന്നത്. കാരണം വാർ റൂം, അതേപോലെ ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസർ, ഓയിൽ കമ്പനി അധികൃതരായിട്ട് നമ്മളിങ്ങനെ പല ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങളും നമ്മളെ ഗ്രൂപ്പിൽ തന്നെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സംഘടന സമരം നടത്താം എന്ന് പറയും, സംഘടന ഹർത്താൽ നടത്താമെന്ന് പറയും, സംഘടന ഹർത്താലൊക്കെ മാറ്റിവെക്കുന്നുണ്ട്, സമരം മാറ്റിവെക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ സമരം ചെയ്യുന്നത്? നമ്മൾ സമരം ചെയ്യാതെ തന്നെ നമ്മൾ ആവശ്യം നേടിയെടുക്കാൻ കഴിവുള്ള ഒരു സംഘടനയാണ് നമ്മുടെ KHRA എന്നുള്ളത്. ഈ കാലം അത്രയും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നമ്മളെ അറിവിൽ കടകൾ അടച്ചിട്ട് ഇത്രയും കാലം വരെ ഒരു സമരം നടത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ സമരം നടത്തിയ സമയത്ത് നമ്മുടെ പൊതുസമൂഹവും സർക്കാരും മനസ്സിലാക്കി, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തെ നിശ്ചലമാക്കാൻ കഴിയും എന്നുള്ളത് അത് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരൊറ്റ സമരത്തിൽ കൂടെ മാത്രമാണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ചാരിത്ര പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടെയൊക്കെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ഒരു ദിവസം നമ്മൾ സമരം നടത്തിയപ്പോൾ നമുക്ക് അതിന്റെ പ്രയാസം എന്താണെന്നത് പൊതുസമൂഹത്തിനും സർക്കാരിനും മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഞാൻ കൂടുതലായിട്ട് കാര്യത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ സംസ്ഥാന നേതാക്കളൊക്കെ ഉള്ളൊരു ചടങ്ങിൽ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. കാരണം എന്നിരുന്നാലും എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. നമ്മൾ അത്ര ഭാഗ്യവാന്മാരായിട്ടാണ് നമ്മൾ ഈ ഹോട്ടൽ മേഖലയിൽ ഇരിക്കുന്നത്. നമുക്ക് മുമ്പിലുണ്ടാവുന്ന പ്രയാസങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളോ മറ്റൊരാൾ നമ്മളെ കാണുന്ന സമയത്ത് നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹബന്ധമോ നമ്മൾ മനസ്സിലാക്കി നമ്മൾ
അത് കൈമുതലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇന്ന് ഒരു സംഘടനയിൽ അംഗമായി എന്നതിൽ ഒരു എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിനും, എൻ്റെ ഒരു അഭാവത്തിന് എൻ്റെ കുടുംബത്തിനും സംരക്ഷണം ഈ പ്രസ്ഥാനം നടത്തുമെന്ന് നമുക്ക് ഓരോരുത്തരെയും വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഈ സംഘടന ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 2 കൊല്ലമായി നമ്മുടെ അംഗങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നമ്മുടെ അംഗങ്ങൾ അകന്നു പോയാൽ അവരുടെ കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആലോചനയുടെ ഭാഗമായി ഒരു പദ്ധതി കൊണ്ടുവന്നാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായ KHRA സുരക്ഷാ പദ്ധതി. ഈ KHRA സുരക്ഷാ പദ്ധതിയിൽ ഏകദേശം ഇന്നത്തോടുകൂടി ഒരു 55ഓളം പേർക്ക് 5,50,00,000 രൂപ നമ്മൾ വിതരണം ചെയ്യുകയാണ്. നമുക്ക് സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പുതുതായിട്ട് വന്ന കുറേ നമ്മുടെ സഹോദരിമാരും മറ്റുള്ളവരൊക്കെ ഉണ്ടാവും. എല്ലാവരും അറിയേണ്ടത്, നമ്മുടെ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മേഖലയിൽ വ്യാപൃതരായിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ വലിയ രീതിയിൽ സാമ്പത്തികമായ എന്തെങ്കിലും ഉന്നമനത്തിൽ ഇരിക്കുന്നവരായിരിക്കില്ല. ഒരു 10-15% മാത്രമേ അങ്ങനെ ഒരു സാമ്പത്തികമായ ഒരു അടിത്തറ ഉണ്ടാവുള്ളൂ. ബാക്കി 85% ആൾക്കാരും നമ്മുടെ കൂടെയുള്ള, നമ്മുടെ വർഗത്തിലുള്ള ആൾക്കാർക്ക് വലിയ സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ്. കാരണം ഓരോ പ്രാരാബ്ദങ്ങൾ അവരെ വിട്ടൊഴിയാതെ വീട് കെട്ടുക, മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കട സ്വന്തമാക്കാൻ ശ്രമിക്കുക, അങ്ങനെ പലതുകൊണ്ടും വലിയ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പം ഈ 10-55 പേര് കൊടുക്കുന്ന സമയത്തും എനിക്ക് തോന്നുന്ന ഒരു 10-15 പേരൊഴികെ 10-40 പേർക്കും ഈ കൊടുക്കുന്ന ആശ്വാസധനം നമ്മളിൽ നിന്ന് ഒരാൾ അകന്നു പോയി കഴിഞ്ഞാൽ, ഇല്ലാതായി കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിന് നമ്മൾ കൊടുക്കുന്ന അതിലൊരു കോൺട്രിബ്യൂഷൻ, നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ 100 രൂപ വെച്ച് കൊടുക്കുമ്പോൾ ആ കുടുംബത്തിന് അത് കിട്ടുന്നൊരു വലിയൊരു ആശ്വാസമാണ്. പല ഭാഗങ്ങളിലും നമ്മളത് കണ്ടിരിക്കുക. പല അനുഭവങ്ങളും, അവർ പറയുന്ന പല അനുഭവങ്ങളും നമ്മളെ കണ്ണീരിലാഴ്ത്തുന്ന അനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും KHRA സുരക്ഷാ പദ്ധതി ഉണ്ടാക്കിയ ശേഷം നമ്മുടെ സംഘടനയെ മാതൃകയാക്കിക്കൊണ്ട്, അതിനു മുമ്പ് ഒരുപാട് സംഘടനകളൊക്കെ ഇതുമാതിരിയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിലും KHRA സുരക്ഷാ പദ്ധതി വിഭാവനം ചെയ്തത് നമ്മുടെ സ്ഥാപന ഉടമകൾ മാത്രമല്ല, സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അതിനകത്ത് ബംഗാളിയാവാം, തമിഴ്നാട്ടിലാവാം, കർണാടകക്കാരനാവാം, ആരാണെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സുരക്ഷാ പദ്ധതിയാണ് നമ്മൾ വിഭാവനം ചെയ്തത്. മറ്റുള്ള സംഘടനകളോ മറ്റുള്ളവരെ ചെയ്യുന്നതൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അതിനകത്ത് അംഗങ്ങളെ മാത്രം ചേർത്തുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അംഗങ്ങളെ മാത്രമല്ല, നമുക്ക് വേണ്ടപ്പെട്ടവരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സുരക്ഷാ പദ്ധതിയാണ്. കാരണം ഈ സംഭവം, ഈ സുരക്ഷാ പദ്ധതി കൊണ്ട് ഒരുപാട് പേർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ കഴിയുമെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ 100 രൂപ നമുക്ക് ധർമ്മം ചെയ്യാൻ കിട്ടുന്നൊരു അവസരം, ഒരു ചാരിറ്റി ചെയ്യാൻ. കാരണം നമുക്ക് വേണ്ടി നമ്മളുടെ കൂടെയുള്ള, നമുക്കറിയാത്ത ഒരാൾ കേരളത്തിൽ എവിടെയോ മരിക്കുന്ന സമയത്ത് നമ്മൾ ആ കുടുംബത്തിന് 100 രൂപ ആ ചാരിറ്റി കൊടുക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ സംഘടന തന്നെ കഴിഞ്ഞ 10-62 കൊല്ലമായി ചെയ്യുന്ന അനേകം ചാരിറ്റികളുണ്ട്. ഒരുപാട് എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസപരമായ അല്ലെങ്കിൽ മറ്റു രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പല ചാരിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘടന. അപ്പോൾ വളരെ വലിയ വിശാലമായിട്ടുള്ള ഒരു വിഭാവനം ചെയ്ത ഒരു പരിപാടിയാണ് KHRA സുരക്ഷാ പദ്ധതി. ഈ KHRA സുരക്ഷാ പദ്ധതി കോഴിക്കോട് ജില്ലയിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ നമ്മളുടെ സുരക്ഷാ പദ്ധതി വിഭാവനം ചെയ്തിരുന്നത് വലിയ രീതിയിലാണ്. ഈ ആരെങ്കിലും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ അവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മക്കളുടെ ഉന്നതമായ വിദ്യാഭ്യാസത്തിന്, നമ്മുടെ മക്കളുടെ മറ്റു പല കാര്യങ്ങൾക്ക്, അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ മാത്രമല്ല, നമ്മുടെ ഈ പദ്ധതിയിൽ അംഗമായിരിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിന്. കാരണം ഇപ്പോൾ നമ്മൾ പലവരെയും ചേർത്താൻ പോകുന്ന സമയത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മരണപ്പെട്ടു പോയിട്ട് എനിക്ക് പൈസ കിട്ടിയിട്ട് എന്താ കാര്യം എന്ന്. പക്ഷേ ഈ KHRA എന്ന സംവിധാനം, സുരക്ഷാ പദ്ധതി സംവിധാനം വിഭാവനം ചെയ്യുന്ന സമയത്ത് ഒരുപാട് അംഗങ്ങളെ ചേർത്ത് 10-35,000 അംഗങ്ങളെ ചേർത്തുകൊണ്ട് നമ്മളുടെ ഈ അംഗങ്ങൾക്ക് മുഴുവനും അവരുടെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ പിടിപെട്ടാൽ അതിൻ്റെ ചെലവുകൾ ഏറ്റെടുക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമായിരുന്നു നമ്മൾ വിഭാവനം ചെയ്തത്. നിർഭാഗ്യവശാൽ നമ്മൾ ആ ഒരു തലത്തിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മുടെ അംഗങ്ങൾ വളരെ കുറവായാണ് ചേർന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഈ പറയുന്ന ആശ്വാസധനം നൽകാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട്. ഈ KHRAയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും അതുപോലെയുള്ള വടകര യൂണിറ്റും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വിഭാവനം ചെയ്ത നമ്മുടെ ആ ബൃഹത് പദ്ധതിയായ KHRA സുരക്ഷാ പദ്ധതിയെ മാറ്റിയെടുക്കണം.
അങ്ങനെ ഈ സുരക്ഷാ പദ്ധതിയിൽ നമ്മൾ അന്ന് തുടങ്ങുന്ന കാലത്ത് നാം എന്തൊക്കെ ഉദ്ദേശിച്ചിരുന്നോ, നമ്മുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം, നമ്മുടെ ഈ അംഗങ്ങൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ സംരക്ഷണം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാനുള്ള വലിയൊരു സംരംഭമായി ഇതിനെ മാറ്റണം. അതുപോലെ ഇന്നിവിടെ നൽകപ്പെടുന്ന 3 കുടുംബങ്ങൾക്കുള്ള ഈ സാമ്പത്തിക സഹായം ഈ നൽകുന്ന ഈ വേള നമ്മളെയൊക്കെ വലിയ പ്രയാസപ്പെടുത്തുന്ന സംഭവമാണ്. കാരണം ഇങ്ങനെ ഒരു 10 ലക്ഷം രൂപ ആ കുടുംബങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന അവസ്ഥയൊന്നും ആർക്കും അത്ര പെട്ടെന്ന് വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പൈസ കൊടുക്കാൻ, നമ്മൾ പൈസ കൊടുക്കുന്നവർ പലവരും ചോദിക്കാറുണ്ട്, സുരക്ഷാ പദ്ധതിയൊക്കെ ചേരുന്ന ഘട്ടങ്ങളിലൊക്കെ എത്ര കൊല്ലം നാം പൈസ കൊടുക്കണം എന്നൊക്കെ നമ്മളടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ നോക്കുന്ന സമയത്ത് മരണം അടഞ്ഞവരിൽ കൂടുതലും ഈ ചെറുപ്പക്കാരാണ്, വലിയ പ്രായമുള്ള ആൾക്കാരെ മരണമടയുന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്ത. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ഏകദേശം 60% ആൾക്കാർ നമ്മുടെ ഇടയിൽ നിന്ന് അകന്നുപോയത് 40 വയസ്സിൻ്റെ താഴെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ചേർത്താൻ പോകുന്ന സമയത്ത് പലരും ചോദിക്കുന്നുണ്ട്, എത്ര കൊല്ലം പൈസ അടയ്ക്കണം? നമ്മൾ 35 വയസ്സുള്ള ആളാണ്, അല്ലെങ്കിൽ 40 വയസ്സുള്ള ആളാണ്, നമുക്കറിയില്ലല്ലോ നമുക്ക് എത്ര കൊല്ലം പൈസ അടയ്ക്കണം എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ പൈസ അടയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ആയുസ് കൂടുമെങ്കിൽ, ഒരു 60 കൊല്ലം നമ്മൾ പൈസ അടച്ചാൽ അത്രയും നമുക്ക് ആയുസ് കൂടുന്നെങ്കിൽ നല്ലൊരു കാര്യമല്ലേ? 100 രൂപ കൊടുത്തിട്ട് നമ്മൾ ആയുസ് കൂട്ടുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രവർത്തനം, ഈ സുരക്ഷാ പദ്ധതിയുടെ പ്രവർത്തനം കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കണം. കാരണം കോഴിക്കോട് ജില്ല ഇവിടെയുള്ള അംഗങ്ങളുടെ ആ ഒരു ഇതനുസരിച്ച് അത്ര പോലും എല്ലാ KHR അംഗങ്ങൾ ഒരു 10,000 അംഗങ്ങളിലെ നമ്മളെ സുരക്ഷാ പദ്ധതി. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ല തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് സുരക്ഷാ പദ്ധതി വിജയിപ്പിക്കണമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ സന്തോഷത്തോടെയും അതോടൊപ്പം അഭിമാനത്തോടു കൂടിയാണ് ഈ വേദിയിലിരിക്കുന്നത്. വടകര യൂണിറ്റ്, കോഴിക്കോട് ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട വടകര യൂണിറ്റ് വളരെ നല്ല രീതിയിലുള്ള തിങ്ങി നിറഞ്ഞ സദസ്സിന് മുന്നിൽ സുരക്ഷാ ഫണ്ട് വിതരണവും അതോടൊപ്പം കുടുംബസംഗമവും അതോടൊപ്പം ഒട്ടേറെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളുമൊക്കെ, മുതിർന്ന അംഗങ്ങളെ ആദരിക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഇന്നത്തെ ഈ ദിവസം നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്, ഒപ്പം അഭിമാനമുണ്ട്. KHRയെ സംബന്ധിച്ച് ഇവിടെ അധ്യക്ഷനും അതേപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിലൊക്കെ തന്നെ വളരെ കൃത്യവും വളരെ ആനുകാലിക പ്രസക്തിയും ഉള്ളതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദീകരിച്ചു കഴിഞ്ഞു. KHR എന്താണ്? KHRയുടെ നിലവിലെ കേരളത്തിലെ വ്യാപാര സംഘടനകളുടെ പ്രവർത്തന രീതിയിലുള്ള സ്ഥാനം എന്താണ്? കേരളീയ പൊതുസമൂഹത്തിൽ KHRയുടെ പങ്ക് എന്താണ്? കേരളം ഭരിക്കുന്ന സർക്കാരുകളിൽ KHRയുടെ പ്രവർത്തന മികവ് എങ്ങനെയെല്ലാമാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം വളരെ സുവ്യക്തമായി നിങ്ങൾക്ക് അറിവുള്ളതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സംഘടനയുടെ ശക്തനായ സംസ്ഥാന അധ്യക്ഷന്റെ ചടുലമായ നീക്കങ്ങൾ, അതോടൊപ്പം നമ്മളെല്ലാവരും ചേർന്ന് ഇരുമെയ്യായി ഒരു കോർത്തിണക്കിയ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന മികവ് തന്നെയാണ് ഇന്ന് KHRയ്ക്ക് കേരളീയ പൊതുസമൂഹത്തിൽ ഇത്രത്തോളം സ്വാധീനം അല്ലെങ്കിൽ പേര് പ്രശസ്തി ഉണ്ടാക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. വെറുമൊരു ചായക്കടക്കാരനിൽ നിന്ന് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ് ഓണറിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കപ്പുറം ഒരു ജില്ലയുടെയും ആ ജില്ലയ്ക്ക് അപ്പുറത്ത് 13 മറ്റ് 14 ജില്ലകളിലും അതിൻ്റെ പ്രവർത്തനം വളരെ കൃത്യമായി അതിൻ്റെ കൃത്യതയോടുകൂടി ചലിപ്പിക്കണമെങ്കിൽ, പ്രവർത്തിപ്പിക്കണമെങ്കിൽ, മികവുറ്റതാക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമയോടെയുള്ള പ്രവർത്തനവും കൂട്ടായിട്ടുള്ള ശക്തിയോടെയുള്ള പ്രവർത്തനവും ഒരേ മനസ്സോടെയുള്ള ചിന്താഗതിയും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നിരവധി വിഷയങ്ങൾ പുലരും മുതൽ അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഈ വ്യാപാര മേഖലയിൽ ഉണ്ടാവുന്ന നിരവധി വിഷയങ്ങൾ, ജീവനക്കാരുടെ വിഷയങ്ങൾ, കസ്റ്റമറുമായിട്ടുള്ള വിഷയങ്ങൾ, ശുചിത്വവുമായി ബന്ധപ്പെട്ട് പരിശോധന സംബന്ധിച്ചുള്ളത്, ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴുള്ള വിഷയങ്ങൾ, ഔദ്യോഗിക രംഗത്തെ ചൂഷണങ്ങൾ,
വിലക്കയറ്റം, ഗ്യാസ് കിട്ടാത്ത സാഹചര്യം, അതിൻ്റെ വില വർധനവ്, ലാഭം കുറയുന്ന ഒരു സാഹചര്യം, ഈ വ്യാപാര മേഖലയിൽ തന്നെ അനാരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങൾ, അങ്ങനെ ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ചുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ചിന്തിക്കാത്ത, നമ്മളൊന്നും മനസ്സിൽ പോലും കാണാത്ത തരത്തിലുള്ള കോവിഡ് മാതിരിയുള്ള പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തു കഴിഞ്ഞു. ദിവസങ്ങളോളം സ്ഥാപനങ്ങൾ അടച്ചിട്ടു, നമ്മളെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാതെ പാർസൽ മാത്രം കൊടുത്തു. നിശ്ചിത സമയത്ത് നമ്മൾ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് സീറ്റ് മാത്രം ഉപഭോക്താക്കൾക്ക് ഭക്ഷണം നൽകി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അതേപോലെ തന്നെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ പാചകവാതകം ഇഷ്ടം പോലെ സുലഭമായി ലഭിച്ചിരുന്ന ഒരു സാധനം നമുക്ക് വളരെ കണിശമായി കൊടുക്കുന്ന ഒരു സാഹചര്യം, കിട്ടാതിരിക്കുന്ന സാഹചര്യം, കിട്ടുന്നതിനെല്ലാം ചിലപ്പോൾ 3 ഇരട്ടി വില കൊടുക്കേണ്ടതിൻ്റെ ദൗർലഭ്യം ഉണ്ടാവുന്ന ഒരു സാഹചര്യം. അപ്പം അതിനെല്ലാം ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളെല്ലാം എങ്ങനെ എത്രത്തോളം ക്രിയാത്മകമായി ഇവിടെ നമുക്ക് നേരിടാൻ ഉള്ള ഒരു ശക്തമായ ഒരു സംവിധാനം സംസ്ഥാന ജില്ലാ യൂണിറ്റ് തലങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് സംഘടനയുടെ പ്രസക്തി എന്നുള്ളത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന സദസ്സ് തന്നെ അതിന് സാക്ഷിയാണ്. അതേപോലെ തന്നെ രാവിലെ മുതൽ അർദ്ധരാത്രി വരെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജീവനക്കാരനെ പോലെ പണിയെടുത്ത് പ്രസ്ഥാനം കൊണ്ട് നടക്കുന്ന ഒരു ഉടമ, ആ ഉടമയുടെ കുടുംബം, മക്കളുടെ വിദ്യാഭ്യാസം, അയാളുടെ വീട്, അയാളുടെ സാമ്പത്തിക സാഹചര്യം, അദ്ദേഹത്തിന്റെ വായ്പകൾ, അദ്ദേഹം എടുത്തിട്ടുള്ള ബാങ്ക് കുടിശ്ശികകൾ തുടങ്ങിയിട്ടുള്ള ഈ ഓട്ടത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒക്കെ തന്നെ, അതിനിടയ്ക്ക് വരുന്ന അനാരോഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ, ആശുപത്രിവാസം, രോഗങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ എല്ലാം ചിലപ്പോൾ ഒരു വേള ആ ഹോട്ടൽ ഉടമയെ തളർത്തിയേക്കാം. അങ്ങനെ തളരുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ട് നമ്മൾ സാഹചര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമ്മൾ സുരക്ഷാ പദ്ധതി നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവരാമെന്ന് നമ്മുടെ സംഘടന മനസ്സിലാക്കിയിട്ടുള്ളത്. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അംഗങ്ങളുമായി സംവദിച്ച് ദീർഘകാലം നമ്മുടെ ജില്ലാ സംസ്ഥാന നേതാക്കളുമായി സംവദിച്ച് ചർച്ചകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേരത്തെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ഇവിടെ പറഞ്ഞ പോലെ അംഗങ്ങൾക്കും മാത്രമല്ല ബന്ധുക്കൾക്കും ജീവനക്കാർക്കും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഇതിൽ ചേരാൻ കഴിയുമാറുള്ള ഒരു ചേർത്തു നിർത്തൽ, ഒരു പ്രതിരോധത്തോടൊപ്പം വ്യാപാര സാഹചര്യം നിലനിർത്തുന്നതിനുള്ള പ്രതിരോധത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനെതിരെ വരുന്ന ഏതെങ്കിലും പ്രക്രിയകൾക്കെതിരെയുള്ള നമ്മുടെ പ്രതിരോധങ്ങൾക്ക് എന്താ പറയുക അത്തരം അതിനുള്ള എതിർത്തുകൊണ്ടുള്ള ഒരു സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ സാഹചര്യത്തെ പൊതുസമൂഹത്തിലെ മറ്റു വ്യാപാര മേഖലകളിലെ ഔദ്യോഗിക മേഖലകളിലെ ആളുകൾക്കൊക്കെ ഉണ്ടാക്കിയതുപോലെയുള്ള ഒരു സുരക്ഷിതത്വവും വ്യാപാര മേഖലയിൽ ഇല്ലാതിരിക്കെ നമ്മുടെ സംഘടനയിലെ അംഗങ്ങൾക്ക് മാത്രമായിട്ട് നമ്മളൊരു സുരക്ഷിതത്വ സാഹചര്യത്തിലേക്ക് ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് സുരക്ഷാ പദ്ധതി എന്നുള്ളത്. ഈ വടകരയിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. കേരളത്തിൻ്റെ ഭൂപടത്തിൽ വടകര ഒരു പ്രദേശം മാത്രമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു ധൈര്യത്തിൻ്റെ പേരാണ്, ഒരു പോരാട്ടത്തിൻ്റെ പേരാണ്, ഒരു ആത്മധൈര്യത്തിൻ്റെ പേരാണ്. നമുക്കറിയാം, ഈ മണ്ണിലൂടെ നടന്നവർ വെറുതെ ജീവിച്ച് പോയവരല്ല, അവർ ചരിത്രത്തിലേക്ക് നടന്നു കയറിയവരാണ്. ഇവിടുത്തെ ഓരോ വടകരയിലെ കാറ്റിന് പോലും ഒരു പോരാട്ടത്തിൻ്റെ ഗന്ധമുണ്ട്. ഇവിടുത്തെ ഓരോ മണൽത്തരിയിലും ഓരോ വീരൻ്റെ കാൽപ്പാടുകളുണ്ട്. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ വടകര നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കേരളവർമ്മ പഴശ്ശിരാജയുടെ പോരാട്ടങ്ങളും കടത്തനാടൻ അഭിമാനത്തോടുള്ള പോരാട്ടങ്ങളെല്ലാമാണ്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഈ വടകരയിലേക്ക് വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീമതി KK രമയെ കാണണം എന്ന് വളരെ ആഗ്രഹിച്ചാണ് വന്നത്. അദ്ദേഹം ഈ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഇവിടെ കടന്നു വരാനും നിങ്ങളെല്ലാം കാണാനും സാഹചര്യം ഉണ്ടായാലും വളരെയേറെ സന്തോഷിക്കുന്നു. നമ്മൾ പല പല സംഘടനകൾ കണ്ടിട്ടുണ്ടെങ്കിലും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധിയായി ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്, വളരെയേറെ അഭിമാനമുണ്ട്. കാരണം ഇത്രയേറെ അംഗങ്ങളെ ചേർത്ത് പിടിച്ച് കരുതലോടെയും അച്ചടക്കത്തോടെയും
ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടന ഇന്ന് കേരളത്തിലില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ, നമ്മുടെ എല്ലാം കടകളിൽ, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിൽ വരുന്ന, അനുദിനം വരുന്ന ഓരോ ചെറിയ പ്രശ്നങ്ങളിലും ക്രിയാത്മകമായി ഇടപെട്ട് അതിനെല്ലാം അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചു തന്ന് നമുക്കെല്ലാം സ്വസ്ഥമായി നമ്മുടെ കടകളിൽ ഇരുന്ന് വ്യാപാരം ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ സംഘടന ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളെല്ലാം ഈ വേദിയിലുണ്ട്. ഇവരെല്ലാം കൊള്ളുന്ന വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന തണൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇന്ന് പ്രധാനപ്പെട്ട 3 ചടങ്ങുകളാണ് നടക്കുന്നത്. കുടുംബ സുരക്ഷാ ഫണ്ട് വിതരണം, വനിതാ വിങ്ങിൻ്റെ രൂപീകരണം, പിന്നെ കുടുംബമേള. ഇതെല്ലാം ഇത്ര മനോഹരമായിട്ട് ഓർഗനൈസ് ചെയ്ത കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കും വടകര യൂണിറ്റിനും അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട എല്ലാ നേതാക്കൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. നമ്മുടെ സംഘടന ഇത്രയും വലുതാണ്, വിപുലീകരിക്കപ്പെടുകയാണ്. അപ്പോഴാണ് വനിതാ വിങ് രൂപീകരണം എന്നൊരു ആശയം നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നത്. സൗഹൃദത്തിലൂടെ സംഘടനയെ വളർത്തുക എന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ട് സ്ത്രീകളെയും കൂടി വനിതാ സംരംഭകരെയും കൂടി നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവന്ന് സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് വനിതാ വിങ് രൂപീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ 11 ജില്ലകളിൽ വനിതാ വിങ് രൂപീകരിക്കപ്പെട്ടു. നമുക്ക് അറിയാം, നമ്മൾ വീടുകളിലാണെങ്കിലും നമ്മുടെ കടകളിലാണെങ്കിലും പുറകിൽ നിന്ന് പ്രയത്നിക്കുന്നവരാണ്. പുറകിൽ നിന്ന് നമ്മുടെ അധ്വാനം എപ്പോഴും കേട്ടന് പുറകിലാണ്. അപ്പം നമുക്കെല്ലാം മുന്നോട്ട് വന്ന് ഒപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് ഈ KHRA വനിതാ വിങ് രൂപീകരണം. അപ്പം നമ്മൾ സഹോദരിമാരെല്ലാം ഈ അവസരം മനസ്സിലാക്കി, ഇതിലെ സാധ്യതകൾ മനസ്സിലാക്കി KHRA വനിതാ വിങ്ങിൽ അംഗങ്ങളാകുകയും അതിൽ പ്രവർത്തിക്കുകയും നേതൃത്വത്തിലേക്ക് വരികയും നമ്മുടെ സംഘടനാ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ സംഘടനയെ ശക്തിപ്പെടുത്തുവാൻ നമ്മൾ KHRA വനിതാ വിങ്ങിന് കഴിയണം. വടകരയിൽ ഇന്ന് രൂപീകരിക്കപ്പെടുന്ന വനിതാ വിങ്ങിന് എല്ലാവിധ ആശംസകളും. വടകരയിലെ ആ പോരാട്ട വീര്യം ഉൾക്കൊള്ളുന്ന മണ്ണിൽ നിന്ന് രൂപീകരിക്കപ്പെടുന്ന വനിതകളുടെ ആ കൂട്ടായ്മ കേരളത്തിൽ ഉടനീളമുള്ള ഒരു വനിതാ വിങ്ങിന് മാതൃകയായി പ്രവർത്തിക്കട്ടെ, മാതൃകയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടി വളരെ മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് വടകര യൂണിറ്റ് ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും നീണ്ടുപോയ ഒരു ചടങ്ങാണ് ഇന്നിവിടെ ഇത് നടത്തുന്നത്. ആമുഖമായി പറയട്ടെ, കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി KHRA നടത്തുന്ന ഒരു പരിപാടിയിൽ ആദ്യമായി പങ്കെടുക്കുന്നത് വടകരയിലാണെന്ന അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെയും ആരോഗ്യവകുപ്പ് മന്ത്രിയെയും കൃഷിമന്ത്രിയെയും മറ്റെല്ലാ മന്ത്രിമാരെയും നേരിട്ട് പോയി കാണുകയും നമ്മുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ പ്രശ്നങ്ങളും അവതരിപ്പിച്ച് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മാറി മാറി വരുന്ന സർക്കാരുകൾ സഹകരിച്ചുകൊണ്ടാണ് KHRA എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രസ്ഥാനം എപ്പോഴും നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കടയിലാണെന്ന് എനിക്കറിയാം. ഏത് സമയത്തും എന്തും നടക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ഹോട്ടൽ മേഖലയും ബേക്കറി മേഖലയും കൂൾബാർ മേഖലയും. കാരണം ഇന്ന് സ്വദേശികളായ തൊഴിലാളികളല്ല നമ്മുടെ സ്ഥാപനങ്ങളിലുള്ളത്. അന്യസംസ്ഥാന തൊഴിലാളികളുള്ള ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ വൃത്തിയുടെ കാര്യത്തിൽ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്തരം സംഭവങ്ങളിൽ ഉണ്ടാകുമ്പോൾ മനസ്സ് നീറിക്കൊണ്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ 3 സഹോദരങ്ങളുടെ കുടുംബങ്ങൾക്ക് ആ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പുവാൻ ഒരു വേദി ഈ വേദി മാറുമ്പോൾ അവിടെ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ ധന്യമാക്കിയിരിക്കുകയാണ്.
എനിക്ക് ഓർമ്മ വരുന്നത് സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു കുടുംബം 10 ലക്ഷം രൂപയുടെ ചെക്ക് വാങ്ങിയ ഒരു സമയമാണ് ഞാൻ ഓർത്തു പോകുന്നത്. ആ അമ്മ ചെക്ക് വാങ്ങിക്കൊണ്ട് പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നീറുന്നൊരു വാക്കായി നിൽക്കുകയാണ്. സാർ, എൻ്റെ മക്കളോട് എനിക്ക് അഭിമാനത്തോടെ പറയാം, നിങ്ങൾ അച്ഛൻ ഒരു കടവും വരുത്തിയിട്ടില്ല എന്ന്. ആ അച്ഛൻ കടം വരുത്തിയത് കൊണ്ട് നിങ്ങൾ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ല എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാമെന്ന സഹോദരി ആ ചെക്ക് വാങ്ങി പറഞ്ഞ വാക്കുകൾ ഇന്നും എന്നെ പോലെയുള്ളവന്റെ മനസ്സിൽ നീറുകയാണ്. ആ ഒരു പദ്ധതിയാണ് സുരക്ഷാ പദ്ധതി. ഈ ഇരിക്കുന്നവരിൽ എത്ര പേർ അതിൽ അംഗമായിരിക്കൂ എന്ന് സ്വയം പരിശോധിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ പരിപാടി ഞാൻ പറയുന്നു, കോഴിക്കോട് ജില്ല നിറഞ്ഞ സാന്നിധ്യമായി പല പരിപാടികളും നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റിൽ വെച്ച് ഒരു പരിപാടി നടത്തുമ്പോൾ അത് വലിയ പ്രൗഢഗംഭീരമായി നിറഞ്ഞ നേതൃത്വ നിരയും നിറഞ്ഞ പ്രവർത്തകരും തിങ്ങി നിറഞ്ഞ ഒരു സദസ്സ്. ആ സദസ്സ് ഒരു പോരായ്മയില്ലാതെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് വടകര യൂണിറ്റും ജില്ലാ കമ്മിറ്റിയും, വടകര യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എടുത്തു പറയേണ്ടത് സുരേഷ് കുഞ്ഞിക്കണ്ടി, ശ്രീലേഷ്, മുഹമ്മദ് വടകര, അതുപോലെ തനൂബ്, ഒട്ടനവധി പേർ രാവും പകലും ഇല്ലാതെ 10-15 ദിവസമായി ഈ പരിപാടി വിജയിപ്പിക്കുവാൻ വേണ്ടി ആഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചിട്ടയും അതിൻ്റെ പ്രൗഢമായ ഒരു സദസ്സും ഇവിടെ ജില്ലാ കമ്മിറ്റിക്കും ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരിയായ MLA ശ്രീ KK രമ അവർ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് എല്ലാവരും എന്നോട് പറഞ്ഞു രമേച്ചി രമേച്ചി എന്നാണ് പറഞ്ഞു ഇവരെല്ലാവരും. അപ്പോൾ എത്രയേറെ വടകരയുടെ മനസ്സിൽ ഒരു MLAക്ക് സ്ഥാനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ എല്ലാവരും സംബോധന ചെയ്ത രമേച്ചി എന്നുള്ള വാക്ക്. ഏറ്റവും ബഹുമാനത്തോടും സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് പ്രിയപ്പെട്ട MLAയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി MLA ഇരിക്കുന്ന വേദിയിൽ 2-3 കാര്യങ്ങൾ, ഒരുപാട് ദീർഘമായിട്ടൊന്നും പ്രസംഗിക്കാൻ പോകുന്നില്ല, സമയക്കുറവ് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന 2-3 വേദനാജനകമായ കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മുടെ ഒരു ധർണ അത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് നമുക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ ഹോട്ടൽ പ്രസ്ഥാനം, റെസ്റ്റോറൻറ്റ്, ബേക്കറി പ്രസ്ഥാനങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ശരിക്കും അറിയാവുന്ന ഒരു നേതാവാണ്, ഒരു മന്ത്രിയാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി. അപ്പോൾ അദ്ദേഹത്തിനോട് പറയുവാനുള്ള 2-3 കാര്യങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ നേരിട്ട് പറയേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ സമയം അപഹരിച്ച് ഞാൻ പറയുന്നത്. അതിലൊന്ന് പ്രധാനപ്പെട്ട കാര്യം, 2006 പാർലമെന്റ് പാസ്സാക്കി 2011 കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത FSSA നിയമം. ആ FSSA നിയമം ശക്തമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കണം. അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ അപര്യാപ്തത കുറയ്ക്കണം. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടാനുള്ള ഈ നിയമത്തിൻ്റെ ആനുകൂല്യം. നമ്മളെല്ലാ നിയമത്തിനും അതീതരല്ല, നിയമം പാലിക്കേണ്ടവരാണ്. പക്ഷെ ആ നിയമം പാലിക്കുന്ന ഞങ്ങൾക്ക് അനധികൃതമായിട്ടുള്ള പരിശോധനകൾ, FSSA നിയമം പറയുന്നത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഒരു ഭക്ഷണ സാധനം പിടിച്ചെടുക്കുവാനുള്ള അധികാരം FSSA ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. FSSA കമ്മീഷണർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോട്ടീസും തന്നിട്ടുണ്ട്. നമ്മളൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹത്തെ എഴുതി തന്നിട്ടുണ്ട്. FSSA ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് പരിശോധിക്കുവാനുള്ള അധികാരം. നമുക്കറിയാം, കേരളത്തിൽ പല നഗരസഭകളിലും ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും 1954 പൊതുജനാരോഗ്യ നിയമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് പ്രദർശിപ്പിക്കുന്നൊരു പ്രകടനം നടക്കുന്നുണ്ട്. അത് കേരളത്തിലെ ഇൻഡസ്ട്രി 50-60 വർഷം ഞങ്ങൾ കഷ്ടപ്പെട്ട് നടത്തുന്ന പ്രസ്ഥാനം, വളരെ നന്നായിട്ട് നടത്തുന്ന പ്രസ്ഥാനം, പൊതുസമൂഹത്തിന് ഗുണകരമായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും കാരണവശാൽ ചെറിയ രീതിയിലുള്ള തെറ്റ് വരുമ്പോൾ അതിന് നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടുന്നതിന് ഞങ്ങൾ എതിരല്ല. ജീവപര്യന്തം തടവുവരെ ശിക്ഷിക്കാം ഒരു തെറ്റായ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷെ ഇന്ന് വിവക്ഷ മാറി. ഇന്നലത്തെ ഭക്ഷണം ഇന്ന് കൊടുക്കരുതെന്നല്ല, ഗുണകരമായ ഭക്ഷണം, അതായത് ഗുണമല്ലാത്ത ഭക്ഷണം, അതായത് ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണം, ഭക്ഷ്യസുരക്ഷയ്ക്ക് ഹാനികരമായ ഭക്ഷണം അത് കൊടുക്കരുതെന്നാണ് പറയുന്നത്. അത് ഇന്നത്തെ ഭക്ഷണമാണെങ്കിലും 2 മണിക്കൂർ കഴിഞ്ഞാൽ കൊടുക്കാൻ പാടില്ല. 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ കൊടുക്കാൻ പാടില്ല. അതിനൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. നിയമപരമായിട്ട് മഹസർ തയ്യാറാക്കിക്കൊണ്ട് ഏതെങ്കിലും ഹോട്ടലിൽ നിന്നൊരു ഭക്ഷണ സാധനം പിടിച്ചെടുത്താൽ അത് കൊണ്ടുപോയി അവരുടെ പേരിൽ നിയമപരമായിട്ട് നടപടിയെടുക്കുന്നതിന് സംഘടന എതിരല്ല. അതിനു പകരം
നിലവിൽ ഭക്ഷണ സാധനം പിടിച്ചെടുക്കാൻ അധികാരമില്ലാത്ത ഹെൽത്ത് ഉദ്യോഗസ്ഥര്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഹെൽത്ത് ഉദ്യോഗസ്ഥര് അത് പിടിച്ചെടുക്കുകയും മഹസർ പോലും തയ്യാറാക്കാതെ അത് പ്രദർശിപ്പിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയെ നശിപ്പിക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് നിയമം തരുന്ന ആനുകൂല്യങ്ങൾ ഒരു മനുഷ്യന്, ഒരു പൗരന് കിട്ടേണ്ട അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെന്ന് ഏറ്റവും ബഹുമാനത്തോടു കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അങ്ങ് ഇതിന് പരിഹാരം കാണുമെന്ന് ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ കൂടുകൾ പോലെ വളർച്ചു വരുന്ന തട്ടുകടകൾ. ഈ തട്ടുകടകളിൽ നിന്ന് ഏതെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന പരാതി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു, ആള് അപകടത്തിലായി എന്നാണ്. അങ്ങനെ ഈ തട്ടുകടകൾ, ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ, KHRAയിൽ അംഗത്വം കിട്ടണമെങ്കിൽ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളായിരിക്കണം, FSSA ലൈസൻസ് വേണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലൈസൻസ് വേണം. ഇതൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന അനധികൃത സ്ഥാപനങ്ങളുടെ കുറ്റം കൂടി ഞങ്ങളെപ്പോലുള്ള മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് വരികയാണ്. അതിനും അങ്ങയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവണമെന്ന് പറയുകയാണ്. അതുപോലെ തന്നെയാണ് FSSA നിയമത്തിൽ പറയുന്നു, ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ സർട്ടിഫിക്കറ്റ് മതി, FSSA ഉദ്യോഗസ്ഥർക്ക് അത് മതി. ആ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ സർട്ടിഫിക്കറ്റ് മതി എന്ന് പറയുമ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിൽ പറയുന്നു ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണം. അതായത് അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കുറച്ച് സ്ഥലങ്ങളിൽ പറയുന്നു ഗവൺമെൻറ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം. നിയമത്തിലില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതിനെ എതിർക്കാൻ പരിമിതികളുണ്ട്. കാരണം നമുക്കറിയാം, ഒരു ഹോട്ടലുകാരൻ ഏതെങ്കിലും ഒരു നിയമത്തെ, ഉള്ള നിയമത്തെ പോലും എതിർത്ത് കഴിഞ്ഞാൽ അവൻ ജനങ്ങളുടെ മുമ്പിൽ കുറ്റക്കാരനായി ജനം പറയും നീ മോശം സാധനം കൊടുക്കാനാണോ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുന്നതുകൊണ്ട് ഈ നിയമത്തിൻ്റെ ആനുകൂല്യം നിയമപരമായിട്ട് കിട്ടുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അങ്ങതിന് ഞങ്ങൾക്കൊരു മാർഗമുണ്ടാക്കി തരണമെന്ന് അങ്ങയോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം, ഇവിടെ ഏറ്റവും കൂടുതൽ പരിഹാരമുണ്ടാവാത്ത ഒരു പ്രശ്നമാണ്. ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോൺ കോൾ എനിക്ക് വരുന്ന വടകരയിൽ നിന്നാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഓടയിലേക്ക് വെള്ളമൊഴിച്ചു, കട അടച്ചു, ആ കട തുറപ്പിക്കും. മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഇവിടെയാണത് വരുന്നത്. ഓടയിലേക്ക് വെള്ളം ഒഴിക്കാനൊന്നും സംഘടന പറയുന്നില്ല. നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നം മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ബോധ്യമുള്ളൊരു സംഘടനയാണ് KHRA എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊക്കെ പരിഹാരം കാണാനായിട്ട് ശുചിത്വ മിഷൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ 8 ഏക്കർ സ്ഥലത്ത് 9 ഏക്കർ സ്ഥലം പെരുമ്പാവൂർ കിടപ്പുണ്ട്. ശുചിത്വ മിഷനോട് പറഞ്ഞു നമുക്കവിടെ സംവിധാനം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് അമ്മാപ്പ പറഞ്ഞത്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നഗരസഭയോ തദ്ദേശ സ്വയംഭരണങ്ങളോ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ആ രീതിയിലൊരു പൊതു സംവിധാനം ഉണ്ടാകുകയാണെങ്കിൽ അതിനകത്ത് സഹകരിക്കാൻ KHRA തയ്യാറാണ് എന്നുകൂടി ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാ കാര്യങ്ങളിലും സർക്കാരുമായിട്ട് സഹകരിക്കാൻ തയ്യാറുള്ള കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, കേരളത്തിലെ റെസ്റ്റോറൻറ്റ് ബേക്കറി മേഖലയ്ക്ക് അങ്ങ് ഇടപെട്ടുകൊണ്ട് ന്യായവും നീതിയുമായി അവർക്ക് അവരുടെ ബിസിനസ് ചെയ്യുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് അദ്ദേഹത്തിനോട് പറയാൻ എനിക്ക് 100% ഉറപ്പുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പല വേദികളിൽ ഞാൻ അദ്ദേഹവുമായിട്ട് പ്രസംഗങ്ങളിൽ കൂടിയൊക്കെ നമ്മുടെ പല പരിപാടികളിൽ സംസാരിച്ചിട്ടുണ്ട്. മഹാനായ കേരളം കണ്ട ഒരു നേതാവിൻ്റെ മകനാണ്. അതൊക്കെ ഓർത്തുകൊണ്ട് തന്നെ പറയുന്നു, അദ്ദേഹത്തിൽ നിന്ന് നീതിപൂർവമായ ഹോട്ടലുകൾ നേരിടുന്ന, അതിനോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, കേരളത്തിൽ നല്ല ഭക്ഷണം കൊടുക്കുവാൻ അങ്ങ് എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഞങ്ങളും ഒപ്പമുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ ഈ ന്യായമായ കാര്യങ്ങൾ അങ്ങ് നിവർത്തിച്ചു തരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടി ഇന്നിവിടെ ഇത്രയും നല്ല രീതിയിൽ പരിപാടി നടത്തിയ വടകര യൂണിറ്റിന് ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ എല്ലാ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ടും ഈ പരിപാടിയിൽ വരാൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും പ്രിയങ്കരിയായ MLAയും കാണിച്ച നല്ല മനസ്സിന് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഷിഗല്ലയുടെ വരവ് വെള്ളത്തിൽ നിന്നാണ് പറഞ്ഞത്. ആരോഗ്യവകുപ്പ് നൽകിയ നിർദ്ദേശം വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം ഹോട്ടലുകൾ നൽകാൻ. അത്രേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. 2, വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഹോട്ടലുകൾ പ്രവർത്തിക്കണം. ഈ 2 കാര്യങ്ങളിലും ശുഷ്കാന്തി കാണിക്കുന്ന ഒരു ഹോട്ടലിനും ഒന്നും പേടിക്കാനില്ല. അതോടൊപ്പം തന്നെ തട്ടുകടകളെക്കുറിച്ചും ചില നിബന്ധനകൾ ഞങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന ഒരു തട്ടുകടകളും പ്രവർത്തിക്കാൻ ആരോഗ്യവകുപ്പ് അനുവദിക്കില്ല, ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പ് അനുവദിക്കുന്ന പ്രശ്നമില്ല. മറ്റ് ലൈസൻസിൻ്റെ നോക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പക്ഷേ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഈ കാര്യം വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ അങ്ങനെ ആ നിബന്ധനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന, അതിപ്പോൾ നിങ്ങളൊരു കാര്യം തെറ്റിദ്ധരിക്കണ്ട, ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ നിങ്ങളുടെ സ്ഥാപനങ്ങൾ മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് 5 സ്റ്റാറിലും കയറണം. 5 സ്റ്റാർ എല്ലാം കഴിഞ്ഞവരൊന്നുമല്ല. 1-2 റെസ്റ്റോറൻറ്റുകളൊക്കെ, അല്ല 1-2 5 സ്റ്റാറിൻ്റെ ഹോട്ടലൊക്കെ ചെന്ന് കണ്ടപ്പോൾ തട്ടുകടയേക്കാളും ദയനീയമായിരുന്നു കാഴ്ചകളൊക്കെ. അതുകൊണ്ട് 5 സ്റ്റാർ എന്ന ബോർഡ് കണ്ടാൽ അവിടേക്ക് ഒരു ഉദ്യോഗസ്ഥന്മാരും കയറില്ല എന്നൊന്നും പറയണ്ട. കാരണം ഷിഗല്ലയ്ക്ക് 5 സ്റ്റാറും തട്ടുകടന്ന് വ്യത്യാസമൊന്നുമില്ല.
വൃത്തിഹീനമായ അന്തരീക്ഷം ഉണ്ടെങ്കിൽ അത് ആരെയും കയറി പിടിക്കും. അതാണ് രോഗത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. കൂടുതലും ബാധിക്കുന്ന കുട്ടികളെയും പ്രായം ചെന്നവരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. 2, കൊടുക്കുന്ന വെള്ളം അത് തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു പ്രയാസമുണ്ട്, ഇപ്പോൾ ഗ്യാസ് കിട്ടാനില്ല, അതിൻ്റെ വില കൂടുതലാണ്, ശരിയാണ്. പക്ഷേ ഇത് വിചാരിച്ചിട്ട് അത് കാരണം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തിളപ്പിച്ചാറ്റാത്ത വെള്ളം കൊടുക്കാൻ കഴിയും. ഞാനൊരു ഉദാഹരണം പറയാം. സുൽത്താൻ ബത്തേരിയിലെ ഒരു വിദ്യാലയത്തിൽ, LP വിദ്യാലയത്തിൽ, നെന്മേനി 21 കുട്ടികൾ ഒറ്റയടിക്ക് ആശുപത്രിയിലായി ഷിഗല്ല വന്നു. അവിടെ പരിശോധിച്ചപ്പോൾ കിണറിൽ നിന്നാണ് ബാക്ടീരിയ കിട്ടിയത്. ഒരു ബോർവെല്ലും ഉണ്ട്, ഒരു ഓപ്പൺ വെല്ലും ഉണ്ട്. ഓപ്പൺ വെല്ല് പരിശോധിച്ചപ്പോഴാണ് ബാക്ടീരിയയുടെ ശക്തമായ സാന്നിധ്യം കണ്ടത്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങൾ വിദ്യാലയത്തിലും പോകണം. ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ പറഞ്ഞു, നിങ്ങൾ വിദ്യാലയത്തിലും പോയി പരിശോധിക്കണം, നിങ്ങളെ കിണറിൽ പരിശോധിക്കണം, വീടുകളിലെ കിണറിൽ പരിശോധിക്കണം. അതല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട ഹോട്ടലും റെസ്റ്റോറൻറ്റും മാത്രമല്ല, വീടുകളിലുള്ള കിണറുകളും മറ്റ് സംവിധാനങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഒരിക്കലും ഹോട്ടലുകൾക്കെതിരല്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങളുടെ ഹോട്ടലുകൾ പരിശോധിക്കാൻ വരുന്ന ഫുഡ് ആൻഡ് സേഫ്റ്റിയിലെയോ ആരോഗ്യ വകുപ്പിലെയോ ഏതെങ്കിലും ജീവനക്കാർ നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ബില്ല് ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തി ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതും ഞങ്ങൾ അറിയിക്കണം. അതും തെറ്റാണല്ലോ. കാരണം നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ ഹോട്ടൽ നടത്തുന്നു, അവിടെ നിങ്ങൾക്കുള്ള വരുമാനം, ആരിൽ നിന്നും ബില്ല് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങളുടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന ആരോടും ബില്ല് ചോദിക്കാനും വാങ്ങാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതേസമയത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ ഭീഷണിപ്പെടുത്തി ഫ്രീ ആയി അങ്ങനെ 1-2 ആശയം എനിക്ക് കിട്ടി, ഞാൻ നടപടിയെടുത്തു. ഞാൻ വില പുറത്ത് പറഞ്ഞില്ല എന്ന് മാത്രം, ആരും മോശക്കാരാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ആ കാര്യത്തിലും ഗവൺമെൻറ് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പകർച്ചവ്യാധികളെ തടയാനും മനുഷ്യന് നല്ല ആരോഗ്യമുണ്ടാക്കാനും നല്ല ഭക്ഷണം എന്നുള്ളത് ഹോട്ടലിൽ കയറുന്ന ഒരു വ്യക്തിയുടെ അവകാശമാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞില്ല, സർക്കാർ ആശുപത്രിയിൽ വരുന്ന ഒരു രോഗിയുടെ അവകാശമാണ് കിടക്കാൻ കട്ടിൽ, കഴിക്കാൻ മരുന്ന്, ചികിത്സ. ഇതൊക്കെ രോഗിയുടെ അവകാശമാണെന്ന് പറയുന്ന പോലെ തന്നെ ഒരു വ്യക്തിയുടെ ഹോട്ടലിൽ വരുമ്പോൾ അവന് നല്ല ഭക്ഷണം കഴിക്കാനുള്ള അവകാശം അവൻ്റെ അവകാശമാണ്. അപ്പം അത് ഒരുക്കി കൊടുക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. അങ്ങനെ വരുമ്പോൾ വലിയ കുഴപ്പമൊന്നും കൂടാതെ നമുക്ക് ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാം, ഇതൊരു മത്സര കാലഘട്ടം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്ത ചില ഹോട്ടലുകൾ ദിവസങ്ങൾക്കകം പൂട്ടിയ അനുഭവമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, മത്സരം. അതിൻ്റെ അടുത്ത് വേറൊരു ഹോട്ടൽ വരും. പിന്നെ ഹോട്ടലുകളുടെ ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഷെഫാണ്. ഷെഫ് ഇന്ന് ഒരു ഹോട്ടലിൽ കയറുമ്പോൾ നല്ല ഭക്ഷണമായിരിക്കും, അടുത്ത ദിവസം വരുമ്പോൾ മോശമായിരിക്കും. ചോദിക്കുമ്പോൾ പറയും, സാറേ ഷെഫ് മാറി. അതാണ് സ്വാഭാവികമാണ്. ഇപ്പോൾ ഹോട്ടലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? നല്ലൊരു ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടൽ അന്വേഷിച്ച് അവിടെ പോയി ഭക്ഷണം കഴിച്ച് പതുക്കെ അടുക്കളയിലേക്ക് കയറും, ഷെഫ് ആരാന്നറിയാൻ. പിറ്റേ ദിവസം നിങ്ങൾ നോക്കുമ്പോൾ ഷെഫിനെ കാണില്ല, റാങ്കിൽ കൊണ്ടുപോയി കാണും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഇതിൽ അംഗത്വം എടുക്കുന്നവർ പരസ്പരം പാര വയ്ക്കരുത് എന്നുകൂടെ നിങ്ങൾ തീരുമാനിക്കണം. ഞങ്ങളുടെ കാര്യം നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ നന്നായിട്ട് ഹോട്ടൽ നടത്തിയാൽ ഫുൾ പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. പക്ഷേ നിങ്ങളുടെ സ്ഥാപനത്തിനെ തകർക്കാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള, ഞങ്ങളുടെ രാഷ്ട്രീയക്കാരിലും ഉണ്ടല്ലോ, അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിലും ആൾക്കാരുണ്ട്. പാരവെപ്പ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, എല്ലാ രംഗത്തും ഉണ്ട്. ഇപ്പോൾ സിനിമയിൽ കണ്ടല്ലോ, അമ്മയിൽ അടി നോക്കിയാൽ രാഷ്ട്രീയത്തിൽ അടിയില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബിസിനസ്സിലാണ് ഏറ്റവും കൂടുതൽ. അത് ഷെഫിനെ തട്ടിക്കൊണ്ടുപോലാണ് ഹോട്ടൽ മേഖല ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഹോട്ടലിൽ നിന്നൊക്കെ ഏതാണ്ട് സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ഞാൻ. വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തുള്ള വീട്ടിൽ നിന്നേ കഴിക്കൂ. പക്ഷേ ഇതുപോലത്തെ യാത്രയിലും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരും. ഞാൻ കഴിക്കേണ്ടി വരുമ്പോൾ എനിക്കറിയാം. എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞത്. എറണാകുളത്ത് ആലുവയിൽ നല്ലൊരു ഹോട്ടൽ ഞാൻ സ്ഥിരം കഴിക്കുന്നത്, അവിടെ മലബാറുകാരുടെ ഹോട്ടലാണ്. അവിടുത്തെ ഐറ്റം ഒരു ദിവസം സ്വാദ് വ്യത്യാസം. ഞാൻ സ്വാദില്ലത് എന്ത് പറ്റി? സാറേ ഞങ്ങളുടെ കുക്ക് മാറിപ്പോയി, അതുകൊണ്ടാണ്. അതാണ് ഈ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളി. അല്ല ഞങ്ങളെ കൊണ്ട് വലിയ ശല്യമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്, ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് നിങ്ങളെ ഭീഷണിപ്പെടുത്തി കഴിച്ച ഭക്ഷണത്തിന് കാശ് തരാതിരുന്നാൽ തീർച്ചയായിട്ടും വേണമെങ്കിൽ മന്ത്രിയെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം, ഒരു സംശയവും കാര്യത്തില്ല. ഏതായാലും ഈ വ്യവസായം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. വരുന്ന ടൂറിസ്റ്റുകൾക്ക് സ്വാദുള്ള ഭക്ഷണം,
വലിയ ഹോട്ടലിന് വലിയ മോടി വേണമെന്നൊന്നുമില്ല. പണ്ട് കാലത്ത് തിരുവനന്തപുരത്ത് ഒരു കടയുണ്ടായിരുന്നു, കേത്തലിൻ്റെ കട. ഇപ്പോൾ അവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ. മുമ്പ് തുടങ്ങിയ കാലത്ത് എനിക്കറിയാം, ഞാനൊക്കെ 71 തിരുവനന്തപുരത്ത് പോകുമ്പോൾ അന്നത്തെ VIP മന്ത്രിമാരുൾപ്പെടെ അവിടുത്തെ കേത്തലിൻ്റെ കടയിലെ സ്ഥിരം മറ്റേ കസ്റ്റമേഴ്സായിരുന്നു. അവിടെ ബില്ലിടുന്ന അന്നത്തെ ഒരു കാലത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നന്നായി കഴിക്കുന്നവർക്ക് കുറഞ്ഞ ബില്ലും കുറച്ച് കഴിക്കുന്നവർക്ക് കൂടുതൽ ബില്ല് ചെയ്യുന്ന അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റം. ഇപ്പം അത് കടകൾ എല്ലായിടത്തും, പക്ഷേ പഴയ പോലത്തെ സ്വാദമൊന്നും ഇല്ല എന്നും കൂടെ പറയണം. അതുപോലെ ഒരുമാതിരി ഹോട്ടലിൻ്റെയൊക്കെ ടേസ്റ്റ് എനിക്ക് അറിയാവുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യവസായം നന്നായി മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ ഹോട്ടൽ നടത്തിയാൽ നിങ്ങളോടൊപ്പം സർക്കാരുണ്ട്. ഒരിക്കലും നിങ്ങളെ എന്താ പറയേണ്ടത്, കുറ്റം ചെയ്യുന്ന ഒരാളായി ഞങ്ങൾ ഒരിക്കലും കാണില്ല. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ സഹകരിക്കുക. അങ്ങനെ നമുക്ക് പരസ്പര സഹായത്തോടുകൂടെ കേരളത്തിൽ വരുന്നവർക്കും കേരളത്തിൻ്റെ അകത്തുള്ളവർക്കും നല്ല ഭക്ഷണവും നല്ല ആരോഗ്യവും നൽകാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായി നമസ്കാരം. ഫാമിലിക്കുള്ള 10 ലക്ഷം രൂപ നമ്മൾ ഈ വേദിയിൽ വെച്ചുകൊണ്ട് നൽകുകയാണ്. അപ്പോൾ ഒരു കുടുംബത്തെ ഓക്കെ പ്രിയമുള്ളവരെ, അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ HRIയിൽ അപ്പം ഒരു ഫാമിലിയെ ക്ഷണിക്കുകയാണ്. വിശ്വത്തിൻ്റെ ഫാമിലിയെ, ബാലൻ്റെ ഫാമിലിയാണ്. ബാലൻ്റെ ഫാമിലിയിൽ നമ്മുടെ പ്രിയപ്പെട്ട നോമിനിയേറ്റ് ഷക്കീലും ഒരു ഫാമിലിയോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ക്ഷണിക്കുകയാണ്. അവർക്ക് 3 കുടുംബത്തിലുള്ള 30 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വെച്ച് അസോസിയേഷൻ നടത്തുന്ന സുരക്ഷാ പദ്ധതിയിലെ 55 പേരില് 5,50,00,000 രൂപ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന് നമ്മുടെ ഈ ഒരു പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ച് അവർ ഫണ്ട് കൈമാറിയിരിക്കുന്നു. സന്തോഷം. എല്ലാവിധ നന്ദി കടപ്പാടിയുടെ അവസരത്തിൽ ഓൾ ടീംസ് സാറിനെ അറിയിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ വലിയൊരു സ്നേഹപ്രകാരം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ അതിൽ ആരോഗ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളത് സത്യത്തിൽ ഈ ആരോഗ്യവും ഹോട്ടലും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. ആളുകളുടെ ആരോഗ്യം അതുപോലെ നിലനിൽക്കണമെങ്കിൽ, ആരോഗ്യവും മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പങ്ക് വളരെ വലുതാണ്. ഭക്ഷണം ഒരു പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പം ആളുകളെ ഭക്ഷണം കഴിപ്പിക്കുന്ന, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, പൊതുസമൂഹത്തിനെ ആ തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഭാഗം കൂടിയാണ് നിങ്ങൾ. നിങ്ങളുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ വളർച്ചയുടെ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഉദ്ഘാടകനെയും കൂടി കിട്ടി. മിനിസ്റ്റർ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതൊന്നും ആവർത്തിക്കുന്നില്ല. നമ്മുടെ മേഖല ഏറ്റവും നല്ല വ്യവസായ മേഖല അത് നിലനിന്ന് പോകണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്ത്, മായമില്ലാത്ത ഭക്ഷണം കൊടുത്ത് ജനങ്ങളുടെ ആരോഗ്യവും ഒക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കുടുംബസംഗമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതും ഏറ്റവും സന്തോഷം അല്ലേ. കുടുംബങ്ങളെല്ലാം കൂടെ വന്ന് ഒരു ദിവസത്തെ അവധി കൊടുത്ത് എല്ലാവരും ഇവിടെ വന്ന് പരസ്പരം കാണാനും സംസാരിക്കാനും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനും സന്തോഷവും ദുഃഖവും എല്ലാം പരസ്പരം സംവദിക്കാനും ഒക്കെ കിട്ടുന്നൊരു അവസരം കൂടിയാണ് ഇത്തരം സംഗമങ്ങൾ. അതിൻ്റെതായ സന്തോഷത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കൂടി കഴിയേണ്ടതുണ്ട്. അപ്പം എല്ലാം കൂടി മൊത്തം ഒരു സന്തോഷകരമായ ഒരു അനുഭവം കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇവിടെ നടന്നു. സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് നിങ്ങൾ നടത്തിയ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൂടിയാണ്. കാരണം ഒരു അവശരായ വിഭാഗം ഒരു കൈത്താങ്ങ് കൊടുക്കാൻ, പ്രയാസപ്പെടുമ്പോൾ ഒരു കൈത്താങ്ങ് കൊടുക്കാൻ നിങ്ങൾ ആസൂത്രണം ചെയ്ത പദ്ധതി എന്ന് പറയുന്ന ഒരു പക്ഷേ വളരെ പ്രധാനപ്പെട്ടതാണ്, മാതൃകാപരമായ ഒരു പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സുരക്ഷാ പദ്ധതിയിൽ ചേരുകയും ഒരു പ്രശ്നം വരുമ്പോൾ അത്
അവരെ കൂടെ നിൽക്കാൻ, കുടുംബത്തിനൊപ്പം നിൽക്കാൻ, ഒരു താങ്ങായി നിൽക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഈ മേഖല നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അത് തുടർന്ന് കൊണ്ടുപോകാനും കൂടി നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ കുടുംബ സംഗമവും വളരെ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇനിയും നന്നായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും വടകരയുടെ സ്നേഹാഭിവാദ്യം അർപ്പിച്ച് അവസാനിപ്പിക്കുന്നു. സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട MLA ഞങ്ങളുടെ എല്ലാവിധ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖല ഈ നാടിൻ്റെ സിരകളിൽ ഒഴുകുന്ന രക്തം പോലെയാണെന്ന് നമ്മൾക്ക് ഏവർക്കും അറിയാം. ഈ മേഖല രാവിലെ ചായ മുതൽ രാത്രി ഭക്ഷണം വരെ നൽകി നമ്മളെ സേവിക്കുന്നവരാണ്. അടുക്കളയുടെ ചൂടിലും ഒക്കെ വെയിലത്തും മഴയത്തും ഒക്കെ അധ്വാനിക്കുന്ന തൊഴിലാളികൾ 24 മണിക്കൂറും ഈ നാടിൻ്റെ വിശപ്പ് മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയാണ്. പക്ഷേ ഈ മേഖലയിലെ ഏറ്റവും വലിയ വിഷമം ഒരു തൊഴിലാളിക്കോ ഒരു ഉടമക്കോ മെമ്പർക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം തെരുവിലാകും എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഭയം വേണ്ട എന്നുള്ളതാണ് ഈ KHRA പദ്ധതിയിലൂടെ നമ്മെ ഓർമ്മിക്കുന്നത്. KHRA സുരക്ഷാ പദ്ധതി ഒരു മെമ്പർക്കോ ഒരു ഉടമക്കോ മരണം സംഭവിച്ചാൽ ഇവിടെ ഇപ്പം ആരോഗ്യമന്ത്രി നിർവഹിച്ച 10 ലക്ഷം രൂപ, ഇത് വെറും പണമല്ല, അതൊരു മകളുടെ കല്യാണാവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മകൻ്റെ ഒരു പഠനത്തിന് വേണ്ടി, ഒരു വീടിൻ്റെ കടം വീട്ടലിന് വേണ്ടി, ഒരു കുടുംബത്തിന് താങ്ങായി നിൽക്കുന്ന കൈയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ഈ പദ്ധതിയുടെ ആദ്യ ധനസഹായം 3 കുടുംബങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത്. അവരുടെ നഷ്ടത്തിന് പകരം വെക്കാൻ ഒന്നിനും കഴിയില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. പക്ഷേ അവർ തനിച്ചല്ല, ഈ സമൂഹം, ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഉടമകൾ, അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ തെളിയിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു മഹത്തായ പരിപാടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ഇതിൻ്റെ കുടുംബസംഗമവും ഇതിൻ്റെ കലാപരിപാടികളും ഒക്കെ വളരെ സജീവമായി ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇപ്പം അവരുടെ മക്കളാണ്, മക്കളുടെ ഹൈടെക്കിലേക്ക് നമ്മൾ വളർന്നു. എന്നാൽ പണ്ട് കാലത്തെ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ചെറിയ ഹോട്ടലുകളായിരിക്കും. ഒരു കുടുംബം മുഴുവനും ആ ഒരു ഹോട്ടലിലൂടെ ആയിരിക്കും ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അവർക്കുള്ള ആഗ്രഹമാണ് നമ്മൾ നൽകുന്നത്. യെസ്, നെക്സ്റ്റ് മറ്റുള്ളവരൊക്കെ ഇവിടെ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ? അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. നെക്സ്റ്റ് മുഹമ്മദ് എവറസ്റ്റ്. നെക്സ്റ്റ് അതുപോലെ തന്നെ ശിവദാസൻ, പ്രിയ കൂൾഭാഗിന്റെ പ്രിയപ്പെട്ട ശിവദാസൻ. വിളിച്ചും ശിവദാസൻ അവർക്ക് പ്രിയപ്പെട്ട രാജൻ നിഷാര, പ്രിയപ്പെട്ട രാജേട്ടൻ വിളിച്ചും രാജൻ നിഷാര. നെക്സ്റ്റ് ബാക്കി മുതിർന്ന അംഗങ്ങളെയാണ് നമ്മൾ ആദരിക്കുന്നത്.
നെക്സ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീധരൻ കൈലാസ്, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീധരൻ കൈലാസ്. യെസ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മറ്റൊരു കൗൺസിലറാണ് സരോജി. ഈ സരോജി അവർക്കുള്ള അതുപോലെ തന്നെ മറ്റൊരു കൗൺസിലറാണ് നമ്മുടെ പ്രിയപ്പെട്ട ശരണ്യക്കുള്ള സ്നേഹോപഹാരലേക്ക് സമ്മാനിക്കുന്നത് വനിതാ വിംഗിന്റെ ജില്ലാ സെക്രട്ടറി വിജുലായത്തിലുള്ള സ്നേഹോപഹാരലേക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ ജില്ലാ ട്രഷറർ ബഷീർ ചിക്കി. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു കൗൺസിലറായിട്ടുള്ള ശശീന്ദ്രൻ. ഫൈസൽ മാസ്റ്റർക്കുള്ള സ്നേഹോപഹാരവേദി സമ്മാനിക്കുന്നത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എൻ സുഗുണേട്ടൻ. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഫൈസൽ മാസ്റ്റർക്കുള്ള സ്നേഹോപഹാരവേദി സാറിനുള്ള സ്നേഹോപഹാരവേദി സമ്മാനിക്കുന്നു യൂണിറ്റ് പ്രസിഡന്റ് ശ്രീലേഷ് കാഞ്ചൻ. നമ്മുടെ പ്രിയപ്പെട്ട ജയപാൽ സാറിനുള്ള വിശദീകരണം നമ്മോട് സംസാരിച്ച പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി NMR റസാഖ് സാറിനുള്ള സ്നേഹോപഹാരവേദി സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ സംഘടനാ വിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മോട് സംസാരിച്ച സംസ്ഥാന ട്രഷറർ ബിജുലാൽ സംസാരിച്ച പ്രിയപ്പെട്ട ബിജുലാൽ, നമ്മുടെ സംസ്ഥാന ട്രഷറർ ബിജുലാൽ സാറിനുള്ള സ്നേഹോപഹാരം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ദിലീഷ് അവർ നൽകുന്നു. അതുപോലെ തന്നെ ആശംസ അറിയിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അതുപോലെ തന്നെ ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു റഹ്മത്തിനുള്ള സ്നേഹോപഹാരവേദി സമ്മാനിക്കുന്നത് വനിതാ ലീഗ് യൂണിറ്റിന്റെ സെക്രട്ടറി ഷൈനി. സ്നേഹോപഹാരവേദി സമ്മാനിക്കുന്നു. യെസ്, ഓക്കെ. ഇനി നമുക്ക് വടകര മുനിസിപ്പൽ നമുക്കറിയാം വടകര അറിയിക്കുകയാണ്. ഷഹീബ് ഗീത MP ഒരു ഗിഫ്റ്റും സമ്മാനിക്കുകയാണ് ഇതിന്റെ വേദിയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവര്. AB 8873 ഒഴിവുകളുടെ സൈഡിലായിട്ട് നിർത്തിയിട്ടുള്ള വാഹനം. കൊടുക്കുന്ന ആളുകൾ ഇവരൊന്ന് സ്റ്റേജിലേക്ക് വരണേ. പിന്നെ കോയമ്പത്തൂർ ഒന്ന് സ്റ്റേജിലേക്ക് വരണം. ഷിഹാദ് സ്റ്റേജിലേക്ക് വരണം. മുൻ പ്രസിഡന്റ് ജയഭാസ്കറാണ് അദ്ദേഹം. ബേക്കിന്റെ മുന്നിൽ നല്ല ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജില്ലാ ട്രഷറർ വരണം. അവരുടെ കൈകളിലൂടെയാണ് അതുപോലുള്ള സുരേഷ് ഉമ്മർ ഷാ അലങ്ക ഇവിടെ
ജസിത, ഷെറിൻ, സിന്ധു, ശ്രീഷ്മ ആൻഡ് ഷീന. ഇവിടെ നോക്ക്. ഓക്കെ.